ഇപ്പോൾ കരുണാകരൻ ഇങ്ങനെ ചരട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പമാണ് കരുണാകരൻ ആരെ കേരള കോൺഗ്രസ്സുകാരെയും പിടിച്ചു വലിക്കുന്നു. അവരോട് പറയുന്നു, അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് 25 സീറ്റ്, ഇവർ മാണി ഗ്രൂപ്പും പിള്ള ഗ്രൂപ്പും എല്ലാം ഇപ്പം ഇടതുപക്ഷത്താണ്, നിങ്ങൾക്ക് 25 സീറ്റ് മത്സരിക്കാൻ തരും നിങ്ങൾക്ക്, അപ്പം നിങ്ങൾ ഇങ്ങോട്ട് പോരെ. അങ്ങനെ മാണി ഗ്രൂപ്പിനെയും പിള്ള ഗ്രൂപ്പിനെയും ഇടതുപക്ഷത്തു നിന്ന് കരുണാകരൻ ചാടിക്കുന്നു. ചുരുക്കി പറഞ്ഞ നായനാർ ഗവൺമെൻറ്റിന് ഭൂരിപക്ഷമില്ലാതെയാവുന്നു. അങ്ങനെ ആ ഗവൺമെൻറ് വീഴുന്നു. ഓക്കെ, കരുണാകരൻ അപ്പം ഭൂരിപക്ഷം കിട്ടാൻ 71 തേക്കാൻ ആൾ വേണം, ഒരാളുടെ സഹായോടെ വേണം. അപ്പം പുള്ളി എന്ത് ചെയ്തു? കരുണാകരൻ നിയമസഭയിൽ അന്നൊരു സ്വതന്ത്രനുണ്ടായിരുന്നു, പത്തനംതിട്ടയിലെ KK നായർ. പുള്ളി ഒരു മുൻകാല കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ ഇന്നിപ്പോൾ സ്വതന്ത്രനായാണ് നിയമസഭയിൽ ജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പിന്തുണ നൽകണം. പകരം അദ്ദേഹം KK നായർ ഒരു ഉപാധി വെച്ചു, പത്തനംതിട്ട ജില്ല രൂപീകരിച്ചു തരണം. കരുണാകരൻ ഉറപ്പ് കൊടുത്തു. അങ്ങനെ പത്തനംതിട്ട ജില്ല രൂപീകരിക്കും. ഓക്കെ, കരുണാകരൻ ഭരണത്തിൽ വരുമ്പോൾ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നു. ഒടുവിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോൾ എന്തു പറ്റുന്നു? നായനാർ ഗവൺമെൻറ് വീഴുന്നു. കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാകുന്നു. ഇപ്പോഴെല്ലാം ഗവർണർ ആരാണ്? ജ്യോതി വെങ്കിടാചലം. ജ്യോതി വെങ്കിടാചലം ഫീമെയിലാണ്. പുള്ളിക്കാരി കോൺഗ്രസിനെ സഹായിക്കുന്ന രീതിയിലാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സഹായിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരുടെ മിക്ക തീരുമാനങ്ങൾ. അപ്പോൾ പുള്ളിക്കാരി വന്നു കഴിഞ്ഞപ്പോൾ സ്പീക്കർ കരുണാകരൻ ഗവൺമെൻറ് വന്നപ്പോൾ AC ജോസാണ്. അപ്പോൾ ഇപ്പോൾ സഭയിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ തുല്യമാണ്, 70-70. സ്പീക്കറുടെ വോട്ട് അനുസരിച്ചായിരിക്കും ആരുടെ ആവശ്യങ്ങൾ നടക്കും എന്ന് പറയുക. ഇപ്പോൾ സ്പീക്കർ കരുണാകരന് സൈഡിലാണ് എപ്പോഴും വോട്ട് ചെയ്തത്. ഒരു തവണ മാത്രമല്ല, അങ്ങനെ സ്പീക്കർ അവസാനം ഒരു സൈഡ് പിടിക്കുന്ന, ഒരു ചേരി പിടിക്കുന്നതിനെ പറയുന്നതാണ് കാസ്റ്റിംഗ് വോട്ട് ചെയ്യുക എന്ന് പറയും. അങ്ങനെ AC ജോസ് ഒരു പ്രാവശ്യമല്ല, കരുണാകരൻ ഗവൺമെൻറ് വന്നതിന് ശേഷം ഭൂരിപക്ഷം തെളിയിക്കാൻ മാത്രമല്ല, പല പ്രാവശ്യം AC ജോസ് കാസ്റ്റിംഗ് വോട്ട്, അതുകൊണ്ടാണ് കാസ്റ്റിംഗ് സ്പീക്കർ എന്ന് വിളിക്കുന്നത്. പുള്ളി ഏകദേശം 8 തവണ കാസ്റ്റിംഗ് വോട്ട് ചെയ്തു. അങ്ങനെ അതായത് 8 തീരുമാനങ്ങൾ നോക്കിയപ്പോൾ പുള്ളിയുടെ ആ ഒരൊറ്റ വോട്ടിൻ്റെ പിൻബലത്തിലാണ് ഇവരുടെ നടപ്പാക്കി കിട്ടുന്നത്. അങ്ങനെ കാസ്റ്റിംഗ് സ്പീക്കർ എന്നും കാസ്റ്റിംഗ് ഗവൺമെൻറ് എന്നും കരുണാകരൻ്റെ ഈ ഗവൺമെൻറ്റിനെ പറയുന്നു. AC ജോസിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, പുള്ളി ഏറ്റവും കുറവ് കാലം സ്പീക്കറായിരുന്ന വ്യക്തിയാണ്. ഏറ്റവും കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ 8 കാസ്റ്റിംഗ് വോട്ട് ചെയ്തു. അപ്പോൾ AC ജോസ് കുറഞ്ഞ കാലം സ്പീക്കറായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്നത് ആര്? ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത് വക്കം പുരുഷോത്തമൻ. അങ്ങനെ കരുണാകരൻ സർക്കാർ 2 മാസം പിന്നിട്ടപ്പോൾ LDF കൺവീനർ PV കുഞ്ഞിക്കണ്ണൻ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. LDFകാരും വെറുതെ ഇരിക്കുകയല്ല, അവരുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് അതിൽ നിന്നും ആളുകളെ ചാക്കിട്ട് പിടിച്ചാണ് കരുണാകരൻ ഭരണത്തിൽ വന്നേക്കുന്നത്. PV കുഞ്ഞിക്കണ്ണൻ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുന്നു, കേരള കോൺഗ്രസ് ഇപ്പോൾ UDFൻ്റെ കൂടെയാണ്, മാണി ഗ്രൂപ്പിൽ. അതിലെ ലോനപ്പൻ നമ്പാടൻ കേരള കോൺഗ്രസിൻ്റെ UDFനുള്ള പിന്തുണ പിൻവലിച്ച് LDFൻ്റെ കൂടെ കൂടുന്നു. അതോടെ UDFന് ഭൂരിപക്ഷം പോയി. UDFന് ഭൂരിപക്ഷം പോയി. അതോടെ മന്ത്രിസഭ ജ്യോതി വെങ്കടാചലം പിരിച്ചുവിടുന്നു. അതോടെ UDFന് ഭൂരിപക്ഷം പോകുന്നു. കേരളം വീണ്ടും രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നു. ഇത് 81ൻ്റെ അവസാനം കേരളം വീണ്ടും രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമ്പോൾ ഇത് 7ാം തവണയാണ് കേരളം രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നത്. ഇത് 7ാം തവണയാണ് കേരളം രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നത്.